അസ്സാം വലൈക്കും. എൻ്റെ പേര് അൽത്താഫ്. ഒരു യാത്രാ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ കാഴ്ച എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഷഹാനിയ ഭാഗത്താണ്. ദോഹയിൽ നിന്ന്, അതായത് ഒരു 38 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അങ്ങനെ ഷഹാനിയ ഭാഗത്ത് പോകാനായിട്ട് പെട്രോളൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എക്സിറ്റ് 33 നമ്മൾ തിരിയണം കേട്ടോ, റൈറ്റ്. ഞാൻ ഈ ഭാഗത്ത് വർക്കിനൊക്കെ വരുമ്പോഴേ ഇവിടെ ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് കണ്ടു കളയാല്ലേ. അങ്ങനെ ഞാൻ ആ കൃഷി സ്ഥലത്ത് എത്തി. എന്തായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നോക്കാല്ലേ. മോനെ, ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വന്ന് കാല് കുത്തിയൊരു ഫീലിംഗ് കിട്ടാ. ചുറ്റിനും കുറെ മരങ്ങളൊക്കെ ആയിട്ടും കുറെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള പാടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകതര വൈബാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. നമ്മൾ നാട്ടിലൊക്കെ നിൽക്കുമ്പോഴേ നമുക്ക് ഈ വൈബ് ഒന്നും കിട്ടൂല. പ്രവാസിയായിട്ട് ഇവിടെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഈ വൈബ് കാണാൻ കൊതിക്കുന്നത്. ഇതെന്താ സംഭവം എന്നറിയില്ല. എന്തോ പൊളിയാറായി കിടക്കുന്ന ഒരു ഷെഡ് പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫാമിലൊക്കെ വർക്കേഴ്സിനൊക്കെ റെസ്റ്റ് എടുക്കാനുള്ള സെറ്റപ്പ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഇവിടുത്തെ കൃഷിയൊക്കെ നോക്കി നമ്മുടെ നാട്ടില് വരമ്പൊക്കെ പോവില്ലേ, അതേ ഒരു ഫീലിംഗ് കിട്ടാ. ചുറ്റിനും ഈത്തപ്പാനയും തോട്ടവും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി. ഇവിടെ നമുക്ക് അപ്പുറത്ത് കിടക്കാൻ പറ്റില്ല, ഇവിടെ വെയില് കിട്ടിയേക്കണില്ലേ. നമ്മുടെ നാട്ടിലേക്ക് ബീച്ച് സൈഡിലൊക്കെ ഉണ്ടാവുന്ന ഓരോരോ മരങ്ങളൊക്കെ ഇല്ലേ, ആ മരങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. സംഭവം കൊള്ളാട്ടാ. ഈ വഴിയൊക്കെ ഒരു പ്രത്യേക ഭംഗിട്ടാ. ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ അവിടെ റോഡ് കണ്ട്. ഇനി അങ്ങോട്ട് പോകുന്ന വിചാരിച്ചിരിക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റും വഴിയുമുണ്ട്. എന്തായാലും ലെഫ്റ്റിലേക്ക് പോകാം. അതിനിപ്പോ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴേ 3 കുതിരകളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചിട്ടാ. 3 കുതിരകളുണ്ട്. 2 ബ്രൗൺ കളറും ഒരു വൈറ്റ് കളറും. വൈറ്റ് കളർ എന്ന് പറയാനുള്ളൂ, കളർ ചെളിയൊക്കെ പിടിച്ചിരിക്കണാകെ. ഇതിന്റെ തൊട്ടിപ്പുറം തന്നെ ഒരു പഴയ GMCയുടെ പിക്കപ്പ്, നമ്മുടെ ഖത്തറിന്റെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട്. ഖത്തറിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ തമീം ബിൻ ഹമദ് അൽത്താനിയുടെ അദ്ദേഹത്തിന്റെ പിതാവായ ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഈ വണ്ടി. ഭയങ്കര പഴയ മോഡല് വണ്ടിയാണ്ട GMCയുടെ. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു മജ്ലിസും കാണാട്ടോ. നേരത്തെ ഞാൻ കണ്ട കൃഷി സ്ഥലമില്ലേ, അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് നല്ല ഫുള്ള് വ്യൂ കാണാം. അകത്ത് കയറാൻ പറ്റൂല. ഇതൊക്കെ പ്രൈവറ്റ് ഫാമുകളാണ്. എല്ലാം ലോക്ക്ഡ് ആണ്, ഗേറ്റ് ഒക്കെ വെച്ച് പൂട്ടിയിട്ടേക്കിന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാം. ഏതാണെന്ന് തപ്പണം. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഈ ഷഹാനിയ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തും, പിന്നെ അതുപോലെ തന്നെ ഷമാല് റോട്ടിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. ഇനി എന്തായാലും വേറെ സ്ഥലം പിടിക്കുക. ഇവിടെ നിന്ന് വണ്ടി തിരിക്കാല്ലേ, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. ഞാനപ്പേ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വണ്ടി കൊണ്ട് പോകുന്ന വഴിക്ക് കുറച്ച് കാട് പോലത്തെ സ്ഥലം കണ്ടിരുന്നു. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അവിടെ റൈറ്റ് സൈഡിലാണ് ഈ സംഭവം. ഈ കാണുന്ന റൈറ്റിൽ കൂടി പോണോട്ടാ. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, അൽദോസാരി ഗെയിം റിസർവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം. ഇവിടെ എൻട്രൻസ് ഉണ്ടെന്നുണ്ട്, ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നണ്. ഖത്തറിലെ അൽ ഷഹാനിയ മേഖലയിലെ അൽ ദോസാരി സൂ ആൻഡ് ഗെയിംസ് റിസർവ് ദോസാരി കുടുംബം സ്ഥാപിച്ച ഒരു സ്വകാര്യ പാരമ്പര്യ മൃഗശാലയും സാംസ്കാരിക കേന്ദ്രവുമാണ്. ഖത്തറിന്റെ പരമ്പരാഗത ഗ്രാമജീവിതവും സംസ്കാരവും സംരക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ എന്ന ലക്ഷ്യത്തോടെ ഇത് രൂപീകരിച്ചു. ഈ റിസർവിൽ അറേബ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട പഴയ ഉപകരണങ്ങൾ, പൈതൃക വസ്തുക്കൾ, കൂടാതെ ഒട്ടകം, കുതിര, ഇമു, ആട്, അപൂർവ പക്ഷികൾ എന്നിവ ഉൾപ്പെടെ നിരവധി മൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം നടത്തുന്നുണ്ട്. നാട്ടുകാരും സന്ദർശകരും കുടുംബസമേതം പ്രകൃതിയോട് അടുത്തു ചേരാനായി എത്തുന്ന ഒരു ജനപ്രിയ കേന്ദ്രമായി ഇത് വളർന്നു. ഈ മ്യൂസിയത്തിന്റെ ഉടമയായ മുഹമ്മദ് മാത്ര് അൽ ദോസാരി ഈ സ്ഥാപനത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും വികസനങ്ങളും മേൽനോട്ടം വഹിക്കുന്ന പ്രമുഖ വ്യക്തിയും കൂടിയാണ്. അൽ ദോസാരി സൂ ആൻഡ് ഗെയിം റിസർവ് ഫീ ഉണ്ട്, 10 റിയാലാണ് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. സൂ മാത്രമല്ല, ഒരു ചെറിയൊരു മ്യൂസിയവും കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ സൂവിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. ലെഫ്റ്റിൽ റൈറ്റിലൊക്കെ കുറേ മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാണ്. ലെഫ്റ്റ് സൈഡിൽ കുറേ ഒരു ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ട്, അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ലെഫ്റ്റ് അടിക്കുക. ഇവിടെ എവിടെയാണ് പാർക്കിങ്. എന്തായാലും കൊണ്ട് അവിടെ വണ്ടി ഇടാം. അവിടെ കാണുന്നതാണ്. അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ കൊണ്ടുവരട്ടെ. വണ്ടി പാർക്ക് ചെയ്ത് ചെറിയൊരു ടീ സ്റ്റാളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒറിക്സിന്റെ സ്റ്റാച്ചു ആണല്ലോ. ഞാൻ വേറെ എന്താന്ന് വിചാരിച്ചത്. അൽ ദുസാരിയോ ഹോട്ട്മെയിൽ ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്ത് കയറാം. ഇവിടെ ഫീസ് ഉണ്ട് കേട്ടോ. 10 റിയാലായിരുന്നു ഒരു ടിക്കറ്റിന് ഇവിടെ. ആ ടീ സ്റ്റാളിന്റെ ബാക്കിലുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്.
അപ്പൊ ഇവിടെ ഒരു കഴുതനൊക്കെ പുല്ല് കൊടുക്കണൊക്കെ ചെറിയ കൊച്ചുങ്ങളൊക്കെ വന്നിട്ട്. മൊത്തത്തിൽ എന്തായാലും കൊള്ളാട്ടാ. ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. ഇതേത് ബാർബിക്ക് ചുരുണ് നോക്കി ഇവിടെ. ചിക്കൻ ബാർബിക്ക് മട്ടൻ കബാബൊക്കെയാണ് ഇയാൾ ഉണ്ടാക്കുന്നത്. ഇതേ ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സീഷ വലിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് കുറെ ഫാമിലീസ് ഒക്കെ കുറെ കാണാം. ഇപ്പൊ ഇവിടെ കുറെ പേരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കുറെ ബെഞ്ചുകളൊക്കെ ഇട്ടേക്കണ്. സംഭവം വേറെ ഒന്നല്ല, ഇതൊരു ചെറിയൊരു ഹോളാണത്. എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്ന ഹോളാണ്. സ്റ്റേജ് ഒക്കെ ഉണ്ട് അവിടെ. ചെറിയൊരു ഇപ്പൊ പ്രോഗ്രാംസ് ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. ചെറിയൊരു വാട്ടർ ടാങ്ക് നോക്കി. ഈ ചൂട് സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാനൊക്കെ അടിപൊളിയാണ് സംഭവം. കുറെ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടേ. അതൊക്കെ പോട്ടെ, നമ്മൾ ഈ സിംഹത്തിനെ കാണാൻ വന്നിട്ട് സിംഹത്തിന്റെ പോലും പൊടി പോലും ഇല്ലല്ലോ. എന്തായാലും പോയി നോക്കാം അങ്ങോട്ട്. അവിടെ എന്തൊരു കൂട് കാണുന്നുണ്ട്. ഇത് നമ്മുടെ ഒറിക്സ് അല്ലേ. സന്ദർശകരൊക്കെ വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ. അൽ ദൊസാരി സൂ ഗെയിം റിസർവ്. ഇതിന്റെയൊക്കെ ചെറിയൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു സ്നേക്കിന്റെ സ്റ്റാച്ചു ആണല്ലോ സംഭവം. പാമ്പുണ്ടോ ഇനി ഇവിടെ? നമുക്ക് ചോദിച്ചോ, കാര്യം കാണുന്നുമില്ല ഇവിടെ. സെക്യൂരിറ്റീസിനൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ മൃഗങ്ങളെന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു സെക്യൂരിറ്റീനെ കണ്ട്. അൽ ദൊസാരി സൂ ആൻഡ് ഗെയിം റിസർവ്. ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് മൃഗങ്ങളൊക്കെ. നമുക്ക് എന്തായാലും കയറി നോക്കാം. സൂവ് കുറച്ച് നടന്ന്. ഇതേ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ ടിക്കറ്റ് കാണിക്കണം, നമ്മ എടുത്ത ടിക്കറ്റ് ഇല്ലേ അത് കാണിക്കണം ഇവിടെ. ഇപ്പൊ കയറുമ്പോ തന്നെ ഒരു ചെറിയൊരു മൃഗത്തിന്റെ സ്റ്റാച്ചു. എന്താ മൃഗം ഒന്നും പിടുത്തമില്ല. ഇതേ ഇവിടെ കുറെ മൃഗത്തിന്റെ കൂട്ടിലിട്ടുണ്ട്. ലാമ. ഇതെന്താ സംഭവം? അറ്റത്ത് കിടക്കേണ്ട ഈ സാധനം. ഇതിന്റെ ഉള്ളിൽ വിവിധ ഇനം തത്തകളൊക്കെ ഉണ്ടുള്ളത്. പല ടൈപ്പിലുള്ള തത്തകളെ കാണാം. ഇതൊക്കെ നമ്മൾ സൂക്കിലേക്ക് കാണാറുള്ള തത്തയില്ലേ. ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്ന് ഒറിജിനൽ ആണെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഇത് ഡെമ്മി ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇത് വൈറ്റ് ഒറിക്സ് ഉണ്ട്. ഇതിന്റെ കൊമ്പ് നോക്കി നമ്മുടെ കമ്പിപ്പാര തലയിൽ വെച്ചേക്കണ പോലെ അല്ലേ. എന്തായാലും മൊത്തത്തിലൂടെ കാണാനൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇതെന്ത് സംഭവം? ആടാണോ മാടാണോ ഒരു പിടുത്തം കിട്ടുന്നില്ല. ആശാന എന്തോ അവിടെ ചവച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് ആട്ടിൻകൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ വന്നപ്പോഴും അങ്ങോട്ട് ഓടിപ്പോയി. കാരണം അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നണേ ഈ ബൈക്കിന്റെ ബാക്കിലാണെന്നോട്ടോ മൃഗങ്ങൾക്കുള്ള ഫുഡ് സപ്ലൈ എന്നാണ്. പുല്ലും കാര്യങ്ങളാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ സീബ്ര ഉണ്ട് കേട്ടോ ഒരു കൂട്ടില്. ആശാൻ ഇങ്ങോട്ടേക്ക് നോക്കുന്നില്ല, താഴത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഡിസൈൻ എന്തൊരു ഭംഗിയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒന്നല്ല കേട്ടാ, 2 സീബ്രകൾ ഉണ്ട് ഇവിടെ. ഇത് എനിക്ക് തോന്നുന്നു ഒറിക്സ് ആണ് കേട്ടാ. അവിടെ കുറെ ഒറിക്സുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. നിങ്ങളുടെ കൊമ്പ് നോക്കി, ഭയങ്കര നീളവും നല്ല കൂർത്തിരിക്കേണ്ട സംഭവം. ഇതേ കിടക്കണ് ഞാൻ കാണാൻ ഉദ്ദേശിച്ച സാധനം. സിംഹം. വൈറ്റ് കളറാണ് ഈ സിംഹം. എനിക്ക് തോന്നണേ എര വിഴുങ്ങിയിട്ട് അവിടെ പതുങ്ങിയിരിക്കുകയാണ് ആശാൻ. ഒന്ന് അനങ്ങുകയാണെങ്കിൽ നല്ല രസമായിരുന്നു കാണാൻ. അറേബ്യൻ ഹൈന. കൂടുതലേ ഒറിക്സ് വിഭാഗത്തിൽപ്പെട്ട കുറെ മൃഗങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഖത്തറിന്റെ ദേശീയ മൃഗമായതുകൊണ്ടായിരിക്കും അതൊരുപാടുണ്ട് ഇവിടെ. പിന്നെ ഒരു വൈറ്റ് സിംഹമുണ്ട്. മൃഗങ്ങളുടെ കാഴ്ചയൊക്കെ ഇത്ര ഉള്ളൂ തോന്നുന്നു. സൂവിൽ ഇത്രയൊക്കെ കണ്ടോളൂ. ഇപ്പൊ ഇനി പുറത്തിറങ്ങി നോക്കാം. ഞാൻ ഈ ഭാഗത്ത് വർക്കിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് കയറിയിട്ടില്ല. അകത്ത് കയറിയപ്പോ ഒരു പ്രത്യേക വൈബ്. 10 റിയാലാണ് എൻട്രി ഫീസ് ഇതിന്റെ ഉള്ളിൽ കയറാനായിട്ട്. ഫ്രൈഡേ ദിവസങ്ങളിലൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നോക്ക് ഇവിടെ. അൽക്കോർ സൂവിന്റെ അത്രയും മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അതിന്റെ തൊട്ടടുത്ത് തന്നെ എമു ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം ഇങ്ങനെ നടക്കണത്? അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ്ടല്ലോ. ഈ മണിച്ചിത്രത്താഴ് സിനിമയിലെ നാഗവള്ളി നടക്കണ പോലെ. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് പോയി. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടണ്ടായിരുന്നു. അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് കയറി നടന്ന് നമ്മളെന്തോ ശല്യം ചെയ്യണ പോലെ വിചാരിച്ചിട്ടുണ്ടാവും ആള്. ഇപ്പൊ സൂവിൽ ഇത്ര ഉള്ള കാഴ്ചകളൊന്നും ഉണ്ടാവും. നമുക്കിനി എന്തായാലും വെളിയിലേക്ക് പോവാം ഇവിടുന്ന്. ആ സെക്യൂരിറ്റിനോട് ചോദിച്ചേക്ക് പുറത്ത് വേറെ എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടോന്ന്. ഇപ്പൊ ഞാനേ ഇവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കി ഇത്ര ഉള്ള മൃഗങ്ങളെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട്, ക്യാമലുണ്ട്, ഹോഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അതും കൂടിയും കണ്ടോളാം. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അതും കൂടിയും കാണാൻ മോശമല്ല. അപ്പൊ നമുക്ക് അതും കൂടിയും കാണാം. എവിടെയും തപ്പണം, നോക്കട്ടെ. ഞാൻ ആ സൂവിൽ ആദ്യം കണ്ട മൃഗമില്ലേ, ലാമ, കങ്കാരുവിന്റെ ഫേസ് കട്ടാന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിൽ കുറെ ഒറിക്സുകൾ കിടക്കണ നോക്കി. എന്തോരാണ് സംഭവം. അങ്ങോട്ട് കുറച്ച് നീങ്ങിയ പൊട്ടകത്തിനും കഴുതനെ കണ്ടിട്ട് അതേ കഴുത കിടക്കണ്. ഇതെന്താ കഴുത ചാടാൻ നിൽക്കണ അതോ ക്യാമറക്ക് പോസ് ചെയ്ത് നിൽക്കണം? അതുകൊണ്ട് അവിടെ ഒരു ക്യാമൽ നിൽക്കണ നോക്കി. എന്തോ ഒരു ചെമ്മരിയാടികളാണ് അവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതാണ് കൂട്ടത്തോടുകൂടി നിൽക്കണം. അങ്ങനെ ഖത്തറിൽ വന്നിട്ട് ഒരു ആനനെ കണ്ട്. കൊമ്പനാനയാണ് സംഭവം. കൊമ്പൊക്കെ കണ്ടില്ലേ? ഇതേ സ്റ്റാച്ചു ആണ് കേട്ടോ. കുറച്ചു നേരം ഒരു ആട്ടിൻകുട്ടി ഭയങ്കര ബഹളം. ഇനി അതിന്റെ വീഡിയോ എടുക്കാത്തത് കൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. ഈ ഒട്ട അവിടെ നിന്ന് ഫുഡ് കഴിക്കട്ടെ.
ഇത് ഈ ഗ്യാപ്പിൽ കൂടി ചാടിപ്പോരല്ലോ ഈ ആട്ടിൻകുട്ടി. നല്ല വൈറ്റ് കളറ് കുതിര. ഇത്തിരി കുളിപ്പിച്ചെടുത്ത ഒന്നും കൂടി സെറ്റ് ആവും ഈ സാധനം. കുളിച്ചിട്ടില്ലാന്ന് തോന്നട്ടെ. ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്ത്. എനിക്ക് തോന്നുന്നു ലഞ്ച് ടൈം ആണെന്ന് തോട്ടെ മൃഗങ്ങളുടെ. ഞാനിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചായയും കാവയൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണെന്ന് പറഞ്ഞു. ഓപ്പൺ ആയിട്ടില്ല, ഓപ്പൺ ആയിക്കൊണ്ടിരിക്കണം. അങ്ങനെ അപ്പോൾ സൂവിലെ കാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ സ്നേക്ക് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അതും കൂടിയും കണ്ടു കളയാം. ഓഫീസിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം. അവിടെ കയറുമ്പോൾ ഉള്ളൊരു വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ നടന്ന് ഞാൻ എന്തോ ഓഫീസിലെത്തി. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാമല്ലോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ എൻ്റെ ഈ ഓഫീസിൻ്റെ ഉള്ളിലാണ് ഈ മ്യൂസിയം. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച്. ഇപ്പോൾ അവിടെ ചുറ്റിനും ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓരോ റൂമിലായിട്ടാണ് ഓരോ സെക്ഷനാണ് കൊടുത്തേക്കുന്നത്. മീഡിയ സെക്ഷൻ. ഇതെന്താ സംഭവം എന്ന് നോക്കട്ടെ അകത്ത് കയറിയിട്ട്. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴേ ഒരു ലൈബ്രറിയുടെ ഉള്ളിൽ കയറി വെക്കണ പോലെ. ഇത് ചുറ്റിനും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പഴയ ഫോട്ടോസും പിന്നെ പഴയ പേപ്പറിലൊക്കെ എടുത്ത കട്ടിങ്ങുള്ള കളക്ഷനൊക്കെ ഉണ്ട് കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രെയിം ചെയ്ത് വെച്ചിരുന്ന പഴയ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ അതിൻ്റെ ഉള്ളിൽ. ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് സംഭവം. ബേർഡ്സ് സെക്ഷൻ അതെല്ലാം അകത്ത് കയറി നോക്കുക. അപ്പോൾ അതേ ഒട്ടകപ്പക്ഷി, പിന്നെ അതുപോലെ തന്നെ താറാവ്, മറ്റേ ജീവനല്ലാത്ത കുറച്ച് ഡെമ്മീസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ബേർഡ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ അപ്പുറം തന്നെ വേറെ ഉണ്ട് വൈൽഡ് ആനിമൽ സെക്ഷൻ. അതും കൂടി ഒന്ന് നോക്കട്ടെ എന്താ സംഭവം. പക്ഷെ എൻ്റെ പിന്നെ കുറേ മൃഗങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ് സംഭവം. കണ്ട നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ആണെങ്കിലും പക്ഷെ ഒക്കെ ഡെമ്മീസാണ് അവിടെ കംപ്ലീറ്റും. കാട്ടിൽ പോയാൽ ഇത്ര അനിമൽസിനെ കാണാൻ പറ്റൂല എന്നാണ്. അമ്മാതിയാണ് ഇവർ ഉണ്ടാക്കി വെച്ചേക്കണതിന് കണ്ടില്ലേ. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സീ സെക്ഷൻ ഉണ്ട്, കടലിലുള്ള ഐറ്റംസ് ഒക്കെ ഉള്ളത്. ഇതെന്തിൻ്റെ സ്കിന്നാണാവോ, മുതലയുടെയാണോ അറിയില്ല. ഇവിടെ ഓരോ സെക്ഷനിലും മറ്റേ ഫിഷുകളൊക്കെ ഇല്ലേ, ഫിഷുകളൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ഞണ്ട്, അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ഫിഷുകളൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കണോക്കി. ഹെറിറ്റേജ് സെക്ഷൻ എന്തായാലും അതും കൂടി ഒന്ന് കണ്ടുകളയാം. ഇത് സംഭവം വേറൊന്നുമല്ല, ഈ അറബികളൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, ആ ഐറ്റംസ് ആണ് ഇതിനുള്ളിൽ. ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ്, അവരുടെ ഡ്രസ്സുകൾ, പിന്നെ അതുപോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. ചെറിയൊരു മജ്ലിസ് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കണോക്കി. പിന്നെ അതുപോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങളൊക്കെ ഇല്ലേ, മറ്റേ ചെണ്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ, ഗ്രാമഫോണ്, അതുപോലെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ്. ഇതെന്താ സംഭവം എന്നറിയില്ല കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നോ, ഈ ഡെമ്മി നോക്കി ഒരു ഒറിജിനാലിറ്റി ഫീൽ അല്ലേ. അതായത് ഒരു സിംഹം ഉണ്ടല്ലോ, ഏതൊരു മൃഗത്തിനെ വേട്ടയാടിയിട്ട് വന്നേക്കണ ഒരു ഡെമ്മിയാണ് ഈ കാണുന്നത്. ഇത് ഏതാണോ പാമ്പ്, ഒരു പിടുത്തം കിട്ടണമല്ലോ. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യട്ടാ. ഓഫ്, ഇത് കയറണ കാണുമ്പോൾ കാലിൻ്റെ അടി കൂടിയൊക്കെ എന്തോ ഇഴഞ്ഞ് കയറണ പോലെ. ഇത് മുകളിലേക്ക് ഇഴഞ്ഞ് കയറോ. വേറൊരുത്തിന് മൂലൊക്കെ ചുരുണ്ടോടി കിടക്കണ നോക്കി. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിനെ കാണാനായിട്ട്. അങ്ങനെ ഞാൻ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മ്യൂസിയത്തിലെ കാഴ്ചയും അതുപോലെ തന്നെ സൂവിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഷഹാനിയിലെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അസ്സലാമു അലൈക്കും.